വൈദ്യുതാഘാതമേറ്റ് മരണത്തോട് മല്ലിട്ട കുരങ്ങന് തുണയായി ഓട്ടോറിക്ഷ ഡ്രൈവർ. കൊല്ലം ജില്ലയിലെ വിളക്കുടിയിലാണ് വനപാലകർ പോലും തിരിഞ്ഞു നോക്കാതിരുന്ന കുരങ്ങനെ ഓട്ടോറിക്ഷ ഡ്രൈവറായ ഷാനവാസ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ് മീനങ്കോട് എന്ന സ്ഥലത്താണ് വൈദ്യുതാഘാതമേറ്റ നിലയിൽ കുട്ടിക്കുരങ്ങനെ കണ്ടെത്തിയത്. വൈദ്യുത കമ്പിയിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിലുണ്ടായിരുന്ന കുരങ്ങിനെ പ്രദേശവാസിയായ സ്ത്രീ കമ്പുകൊണ്ട് കുത്തി താഴെയിട്ടു. പിന്നീട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയവർ വനപാലകരെ വിളിച്ചെങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വനപാലകർ തിരിഞ്ഞു നോക്കിയില്ല. സംഭവ സ്ഥലത്തെത്തിയ പൊതുപ്രവർത്തകനും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ ഷാനവാസിന്റെ സമയോചിതമായ ഇടപെടലിലാണ് കുരങ്ങിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. രാവിലെ 9 മണിക്കാണ് ഇതിന് ഷോക്കടിച്ച് ലൈൻ കമ്പി തൂങ്ങിക്കിടക്കുമായിരുന്നു. സീത ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി കമ്പനി കുത്തിയത് തറയിടുകയും അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറെ അറിയുകയും അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ വിളിച്ചറിയിച്ചു ഇതേപോലെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഫോറസ്റ്റുകാരെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചായിരുന്നു, ഞാൻ വിളിച്ചായിരുന്നു. അവരും ഇതുവരെ 1 മണി വരെ ഒന്ന് നോക്കിയിട്ടും അവരെ കണ്ടിട്ടില്ല. അന്നേരം ഞാൻ അവിടെ വന്ന് ജോലി കഴിഞ്ഞ് വന്നു. അതിനെ ഒരു ചാക്കി കെട്ടി നമ്മുടെ വിളക്കുടി മൃഗാശുപത്രിയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. കഴിയുമ്പം ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ അവർ വന്നു കഴിഞ്ഞാൽ അവർ കൈമാറണമെന്നാണ് നമ്മുടെ ആശ. ഒരു മിണ്ടപ്രാണിയല്ലേ, അതിൻ്റെയും നമ്മളെപ്പോലില്ലേ അതോർത്താണ് അതിനെ ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതിപ്പം കുഴപ്പമില്ലാതിരിക്കുകയാണ്. ഷാനവാസ് കുട്ടിക്കുരങ്ങിന് അവിടെ വെച്ച് തന്നെ പ്രാഥമിക ചികിത്സ നൽകുകയും തുടർന്ന് കുന്നിക്കോട് വെറ്റിനറി ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. വിദഗ്ധ ചികിത്സയിൽ കുട്ടിക്കുരങ്ങ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ഭക്ഷണവും വെള്ളവും കഴിച്ചു തുടങ്ങി. വനപാലകരെത്തി തിരികെ കാട്ടിലേക്ക് അയക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി കുരങ്ങിനെ ഇപ്പോൾ വിളക്കുടിയിലെ മൃഗാശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സമകാലിക മലയാളം, കൊല്ലം.